നഞ്ചിയമ്മക്ക് വീട് വെച്ച് കൊടുത്തു. ചേച്ചിയുടെ ഒറ്റ ആളുടെ ആഗ്രഹം, നിങ്ങൾ സത്യം പറയണം, സത്യത്തിൽ നിന്ന് പറയണം, നഞ്ചിയമ്മയ്ക്ക് ഫിലോക്കാലി വീട് വെച്ച് കൊടുത്തിട്ട് വേണം. എത്ര ലക്ഷം രൂപയുടെ ആസ്തി ഉണ്ടെന്ന് അറിയാം അവർക്ക്. മനസ്സിലായില്ലേ? അത് ബ്രദർ അപ്പോഴും പറഞ്ഞു അത് വേണ്ട ചേച്ചി. ഒന്നാമത് അവരൊരു പിന്നോക്ക വിഭാഗം, അതായത് പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടാണ്. അവർക്ക് സഹായിക്കാൻ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. കൂടാതെ അവർക്കും കാരണം അവർ സോഷ്യൽ മീഡിയയിൽ ഒന്ന് ഫേമസ് ആയി, അവർക്ക് അതിനനുസരിച്ചുള്ള പ്രോഗ്രാംസ് വരുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്. ഒന്നുമില്ലാത്ത വേറൊരുത്തൻ ഇവിടെ കിടക്കുന്നില്ല ചാലക്കുടിയിൽ. എന്തോരം പേരെന്നറിയോ ഓഫീസിൽ വന്ന് അപേക്ഷിച്ചിട്ടുണ്ട്, എടുക്കില്ല. സോഷ്യൽ മീഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലുള്ള വിഷയങ്ങളിൽ ബ്രദർ കട്ടറായിട്ട് പറയും. ഇത് ബ്രദർ കട്ടറായിട്ട് പറയുന്നത് മാത്രമല്ല, ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ ഞാനോ ദേവസി ആൻ്റണി സാറോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ഫിലോക്കാലിയ ഫൗണ്ടേഷനിൽ ചേച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓപ്പണായിട്ട് ചോദിക്കും എന്തുകൊണ്ട് അത് ചെയ്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളത്. അത് ഞങ്ങളെന്നല്ല, പുറത്തുനിന്ന് ആര് വന്നാലും, കുറച്ച് കോമൺ സെൻസിൽ ആര് വന്നാലും ഇവരോട് ചോദിക്കും. ഈ ചോദ്യം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിലേക്ക് ആരെയും പുറത്തുനിന്ന് ആരെടുക്കാത്തത്. ഇപ്പം നമ്മളൊരു 6-ാം തമ്പനല്ലേ പറഞ്ഞിട്ടില്ലേ, ഇതൊരു ട്രസ്റ്റാണ്, ട്രസ്റ്റ് സമ്മതിക്കാതെ ആർക്കും കൊടുക്കില്ല എന്ന് പറയും. അപ്പോൾ ട്രസ്റ്റിൽ ആരാ മെമ്പേഴ്സ് എന്ന് നോക്കിയാൽ പറയാം അപ്പനും അപ്പൻ്റെ പെങ്ങളും ഞാനും എന്ന് പറയില്ല. ഇതേപോലെ ഇവർ വിചാരിച്ച കാര്യം മാത്രം നടത്താൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഇതാണ്. കാരണം അവരെ ഹൈഫൈ ലൈഫും അവർ കുടിക്കാനുള്ള കാശ് വരെ അതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇതൊരു NGOയുടെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല.